ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് കുറെ നാളായി. എന്താണ് മക്കളെ ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്നത്? പോലീസ് സ്റ്റേഷൻ തകർക്കുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്ത സംഭവത്തിൽ യുവാവ് പോലീസ് പിടിയിൽ. പോലീസ് സ്റ്റേഷൻ തകർക്കുമെന്ന് ആഹ്വാനം ചെയ്ത മോട്ടിവേറ്റഡ് ആയതായി. എന്നിട്ട് അവിടെ ചെന്നവൻ എന്ത് ബിസ്ക്കറ്റാ ചോദിച്ചാ? പാർലേജിയോ? പോലീസ് സ്റ്റേഷൻ ബോംബിട്ട് തകർക്കുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിലാണ് കരുവാരക്കുണ്ട് പുന്നക്കാട് പൊടുവണ്ണിക്കൽ സ്വദേശി വെമ്മുള്ളി മുഹമ്മദ് റിയാസ് പോലീസ് പിടിയിലായത്. പോലീസ് സ്റ്റേഷൻ തകർക്കുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട് കളഞ്ഞോ? പോലീസ് പിടിക്കാതിരിക്കോടാ, നീ മണ്ടനാണോടാ? ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ വീഡിയോ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിലാ ഓരോന്നങ്ങട് പൊട്ടണം, എന്നാലും മാർക്കൊക്കെ പേടിണ്ടാവുള്ളൂ. നമ്മളെ താളിക്കുന്നതിന് വരെ പണിയെടുക്കട്ടെ ചേച്ചാള്. എങ്കിൽ പിന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ അടിക്കാം. നല്ല പണിയാണ്. എന്ത് പ്രാന്താണ് ഈ റെയിൽവേ സ്റ്റേഷനിലും ഇതാണോ പോലീസ് സ്റ്റേഷൻ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ തീവ്രവാദി സംഘത്തിൽ ബന്ധമുള്ള ISIS തലവൻ? പിടിച്ചവൻ ആ വീഡിയോ എടുത്തപ്പോ പോലും വിചാരിച്ചു നടത്തില്ല അവനെ തീവ്രവാദി സംഘത്തിൽ ചേർത്ത് കളയുമെന്ന്. പിടിച്ചവരെ നിർത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കട്ടം തോന്നും. വേറെ കേസ് ഒന്നും ഇല്ലയോ? യൂട്യൂബേഴ്സ് മാത്രമല്ല, പോലീസുകാർക്ക് ഇപ്പൊ കണ്ടന്റ് ഇല്ലെന്ന് തോന്നുന്നു. അതാ ഇപ്പൊ എച്ചിമുള്ളി കേസും അപ്പിയിട്ട കേസും നിക്കറുമുള്ളിയ കേസും എഡിറ്റ് ചെയ്ത വീഡിയോയുടെ കേസൊക്കെ എടുക്കുന്നത്. പിടിച്ചവൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടേനും പിടിക്കാനും ഒക്കെ അങ്ങ് കേസാ. ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ലഹള സൃഷ്ടിക്കൽ, സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് റിയാസിന് പിടികൂടിയത്. ലഹള സൃഷ്ടിച്ചോ? പ്രതിയെ പിടികൂടിയോ? അവന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല ഇങ്ങനെ ഒരു കേസ് അവന്റെ തലയിൽ വരുമെന്ന്. എനിക്കൊന്നും ചിലപ്പോൾ അവനെ പോലീസ് സ്റ്റേഷന്റെ പേരൊന്നും മറിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കേസൊന്നും വരത്തില്ലായിരിക്കും. നിങ്ങൾ ഇനി ഇങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആരോടും ചെയ്യാൻ പറയത്തില്ല. നിങ്ങളെങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ ബ്രാൻഡിങ് മറക്കാൻ നോക്കുക എല്ലാത്തിന്റെ. മലയാള ഫ്രണ്ട്സ്, മലയാള പെൺകുട്ടി, മലയാള ചേട്ടൻ, ഫ്രണ്ട്സ്, തമിഴ്നാട് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോഴത് പാടപ്പോകിற പാട്ടാണ് പളിവാള സാങ്. കടല പായസവോ? എന്തൊരു പാട്ടാ? ഓക്കെ ഫ്രണ്ട്സ്, ഉണ്ടായിട്ടാ ഇത് പറഞ്ഞത് പുരിഞ്ചതാ? ഉണ്ടായിട്ടോ? ആര് പാട പറഞ്ഞാൽ കേട്ടുங்க. പളിവാള വ്രത്ത വട്ടകം കൈലേന്തും തമ്പൂരണ്ടി. കയ്യിലെന്ത് തമ്പുരാന്റെ എന്തോ കയ്യിലെന്തെന്ന്? തമ്പൂരണ്ടി നല്ലച്ചന തിരുമുങ്കൽ ചണ്ടുങ്കാരി കാലി തോടങ്ങി നാങ്ങ നാങ്ങ നാങ്ങ. അണ്ണാച്ചിയുടെ വിചാരി നാക്കുമുക്ക് പാട്ടാന്ന്. നല്ലച്ഛന്റെ തിരുമുമ്പ് നിക്കറൂരി കാണിച്ചെന്ന്. എന്താ പാടാ? പളിവാള വ്രത്ത വട്ടകം കൈലേന്തും തമ്പൂരണ്ടി. അത് വേണ്ടായിരുന്നടാ. നല്ലച്ചന തിരുമുങ്കൽ ചണ്ടുങ്കാരി കാലി തുടങ്ങി. പളിവാള പളിവാള ഓ പളിവാള പളിവാള. ഓക്കെ ഫ്രണ്ട്സ്, നമസ്കാരം. ഇനി വരരുത് കേട്ടോ. വീരരാഘവൻ. പറയപ്പെടുന്നത് തമിഴ്നാട്ടിലെ 70% ശ്വസനവായുവും ഈ ആട്ടോയിൽ നിന്നാണ് പുറപ്പെടുവിപ്പിക്കുന്നത്. ഇത് ആന്ധ്രയിലെ ഏതാണ്ട് വണ്ടിയാ. ലൈറ്റിലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചാട്ടൻ ഒരു സഞ്ചരിക്കുന്ന വൃക്ഷമാണ്. കോമഡി ഇവിടെ ഒന്നും ആയിരിക്കത്തില്ല. ഓട്ടോ കയറിയിട്ട് ആൾക്കാർ ഇറങ്ങാൻ നേരം ഇവിടെ ആട്ടാമ്പുഴ കടിച്ച് തെണിത്ത് വീർത്ത് മോണക്കടി മേടിക്കുമ്പോഴായിരിക്കും പരിപാടി തുടങ്ങുന്നത്. ഞാൻ ഇതെന്തോ ചെയ്യുന്നത്? നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നവരെ നമ്മൾ ഒരിക്കലും കളിയാക്കാൻ പാടില്ല. എനിക്ക് മച്ചാനോട് ഒന്നേ പറയണം, മച്ചാനെ കഞ്ചാവ് നടണം. മച്ചാൻ അത് കഞ്ചാവ് നടണം. ചീരയാണ് കഞ്ചാവ് ചെകുത്താന്റെ അല്ല, ചീരയാണ്. കുറച്ചുകൂടെ പഴവർഗ്ഗങ്ങളൊക്കെ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ കയറുന്നവർക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും. ചാമ്പയ്ക്ക ആത്തക്കയൊക്കെയാണ് പറിച്ചിരുന്ന് തിന്നുക. മച്ചാനെ കഞ്ചാവ് നടണം. മച്ചാൻ കഞ്ചാവ് ചെകുത്താന്റെയാണ്. മച്ചാൻ കഞ്ചാവ്. ആ ഓട്ടോക്കകത്ത് ലൈഫ് ഇൻഷുറൻസ് ഉള്ളവരെ കയറ്റത്തുള്ളൂ. കാരണം പാമ്പ് വല്ല കൊത്തി ചത്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് പൈസ തരാനില്ല. നിങ്ങളുടെ റിസ്ക് മാത്രം കയറുക. എന്താ പറയുന്നത്? കൂടെ പറിച്ചെറിഞ്ഞു. ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നത്. ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കെട്ടെങ്ങാനും കേറിയാലുണ്ടല്ലോ ആ അടിശക്കേ. എന്നാ പറയുന്നെങ്കിൽ നേരെ പറയുന്നത് അടിശക്കേ. വെല്ലുവിളികളാവാം, പക്ഷെ അത് നിന്നേക്കാൾ 4-5 കൂടുതൽ ഉണ്ടവരാവാം. അണ്ണാ നോട്ടിഫിക്കേഷൻ, ഫേസ്ബുക്കിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നു. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട. ഏത്? ടിഷ്യൂ പൂരം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ടിഷ്യൂ പൂരം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ടിഷ്യൂ പൂരം അതെന്തോ? ടിഷ്യൂ പൂരം എന്റെ ലോഡുകൾ 24 മണിക്കൂറിനുള്ളിൽ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും. താൻ ആണാണെങ്കിൽ തടയടോ.
മതി കട്ട് ചെയ്യാനോ മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കോ കട്ടി അതുമല്ലേ ഇത് എന്തോ ജീവിയുടെ സാധാരണ അങ്ങനെയെങ്കിലും പറയാം നിർത്തി അതെന്തോ ഒരു കാറ്റിന്റെ ദിശ വെച്ച് മാറിയതാണോ കോൺഫിഡൻസിന്റെ തന്നെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ ഇതാ പോലീസുകാരൊന്നും കാണണ്ട പിറ്റേ ദിവസം ന്യൂസിൽ വരും ഇന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുമെന്ന് പറഞ്ഞ പ്രതിയെ പോലീസ് പിടികൂടി അടിശക്കെ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് നീക്കി നിർത്തി ഉത്സവം കഴിഞ്ഞ് പിറ്റേന്ന് ക്ലാസ്സിലെത്തിയ ചങ്ക് ഇത് എൻ്റെ പെണ്ണ് ആള് ചെയ്തതാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 24 ക്യാരറ്റ് ഗോൾഡാണ്. കാരണം ഇതിലുള്ള കാണുന്നവർക്ക് വേണമെങ്കിൽ ഇതായിരിക്കാം, പക്ഷെ ഇതിൽ എൻ്റെ പെണ്ണിൻ്റെ സ്നേഹമുണ്ട്. ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് നോക്ക്, അവസാനം അവര് പൊക്കാൻ നേരം പറഞ്ഞാൽ മതി ഇത് എൻ്റെ പെണ്ണിന്റെ സ്നേഹമാണ്, എൻ്റെ പെണ്ണിന്റെ അളിയൻ അറിഞ്ഞോണ്ട് ആൽഫയാവാൻ വേണ്ടി പഞ്ചിട്ട് സംസാരിക്കുക. ഓ ഈ പുള്ളിയല്ലയോ മറ്റേ ആരണ്ടര തലയടിച്ച് പൊട്ടിച്ച് 9 സ്റ്റിച്ച് തന്റെ കൈ വീണ്, നീ അടിച്ച് പൊട്ടിക്ക് 9 സ്റ്റിച്ച് നിന്റെ കൈ വീണെന്ന് പറഞ്ഞാൽ മറ്റവൻ ചത്ത് കാണുമല്ലോ. കാരണം ഇന്നേ വരെ എൻ്റെ ബർത്ത്ഡേക്ക് ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. കാരണം ഇതിൽ ചിലപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ വില ചിലപ്പോൾ ചീപ്പായിരിക്കാം, പക്ഷെ ഇതിലുള്ള സ്നേഹത്തിൻ്റെ വില കോടികൾ കൊടുത്താലും കിട്ടില്ല. അതെ നീ പറയുന്നത് കാര്യമുണ്ട്, നീ ഇമോഷണൽ ആവാതെ വേറെ സംസാരിക്കും. ആദ്യം കാര്യമൊക്കെ ശരിയാണ്. ആ വീഡിയോ കണ്ടപ്പോൾ അവരുടെ ജീവിതം നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ പോട്ടെ, നല്ല കാര്യം. ബാക്കിയുള്ള കുറെ കപ്പിൾസിനെക്കാട്ടി നല്ലതായിട്ട് തന്നെ അവർ ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ നിന്റെ സംസാരം മാറ്റിക്കോ കേട്ടോ, ഉണ്ടാക്കി സംസാരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇത് ഇന്ത്യ അല്ലെന്ന് തോന്നുന്നു. ഇന്ത്യന്ന് കുറെ എണ്ണം കെട്ടിയെടുത്തോണ്ട് വെളിയിൽ ചെന്നിട്ട് ഇതാ പരിപാടി. പിന്നെ എങ്ങനെ അവര് തുപ്പാതിരിക്കുന്ന ഇന്ത്യക്കാരെന്ന് പറയാൻ നേരം. കൊറോണയ്ക്കൊന്നും ഇപ്പൊ ലോക്ക്ഡൌൺ ഇല്ല, അടുത്ത മിക്കവാറും ഇത് കാരണമായിരിക്കും ലോക്ക്ഡൌൺ. അടുത്തമൊക്കെ കഴിഞ്ഞിട്ടും ജോലിയൊന്നും ആവാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണോ നിങ്ങൾ? അതെ. എന്നാൽ അവിടെ തന്നെ ഇരുന്നോളൂ, എനിക്കും ജോലിയില്ല. കാര്യമില്ലേ പറഞ്ഞു. ഷവർമയെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത സങ്കടകരമായ ഒരു ഫാക്ട്. ഷവർമയെ കുറിച്ചോ? ഷവർമയ്ക്ക് വിമാനത്തിൽ പറക്കാൻ പറ്റില്ല. എന്താ ഷവർമയ്ക്ക് നാട്ടിൽ വല്ല കേസ് ഉണ്ടോ? എന്താടാ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റുകൾ. പക്ഷെ ഗൾഫിൽ ഷവർമ ഉണ്ടല്ലോ. ഓ അവിടെ ജനിച്ചു വളർന്നതായിരിക്കും. നിങ്ങൾക്കറിയാമോ, MVDയുടെ പുതിയ നിയമമനുസരിച്ച് 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ 3 മാസമായി എടുക്കായിരിക്കും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ജിലേബി മയോണൈസ് മുക്കി തിന്നുന്ന കുറെ വീഡിയോ ഒക്കെ ഉണ്ട്, കുറെ ഉണ്ട് ഇതുപോലത്തെ കേട്ടോ. കാണാൻ ഇങ്ങോട്ട് വെക്കോ. കഴിഞ്ഞ് ഞാൻ 2 ദിവസം കക്കൂസിലായിരുന്നു, കാട്ടിൽ വിട്ട് അവിടെ ആയിരുന്നു.